ഹലോ. ഒരു ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത്. അതിനായിട്ട് 2 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലഡു ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പാല്, പഞ്ചസാര, നെയ്യ്, കാഷ്യൂനട്ട്, മുന്തിരി ഇത്രയും മതി. പിന്നെ കറക്റ്റ് ലഡുവിൻ്റെ ടേസ്റ്റ് ഒന്നല്ല ഇതിന് വരുന്നത് ഉണ്ടാക്കി നോക്കിയപ്പോൾ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വന്നതിന് ശേഷം കാഷ്യൂനട്ടും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വന്നിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് തട്ടി കൊടുക്കാം. അതിനുശേഷം ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റാം. എന്നിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. പാലാണ് ഇത് വേവിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മധുരം എത്ര നമുക്ക് വേണ്ട അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമുക്ക് പിന്നീടും കുറവാന്ന് തോന്നുന്നു പിന്നീടും ചേർക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ കുറച്ചൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം മൊത്തം വറ്റിയിട്ട് ക്യാരറ്റ് നല്ല ഡ്രൈ ആയി വരും. അപ്പോഴാണ് നമുക്ക് ഇത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആദ്യം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ല സ്മെല്ലാണ്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മിൽക്ക് മെയ്ഡ് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് മിൽക്ക് മെയ്ഡ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഉരുട്ടാനൊക്കെ നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ലഡുവിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്, വേറൊരു ടേസ്റ്റാണ്. എന്നാലും ക്യാരറ്റ് വേറെ രീതിയിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ലഡുവിൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റേ ലഡു തന്നെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് ക്യാരറ്റ് ഹൽവയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്.